LDF വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40-ൽ താഴെ സീറ്റുകളിലേക്ക് ഒതുങ്ങും എന്നൊരു രാഷ്ട്രീയ വിലയിരുത്തൽ കേട്ടു. എന്താണ് സാർ, അത്ര കനത്ത തോൽവിയാണോ LDFനെ കാത്തിരിക്കുന്നത്? പ്രശാന്ത് അങ്ങ് തീർച്ചപ്പെടുത്തിയല്ലേ? അങ്ങനെയൊക്കെ CPM-കാർ കേൾക്കണ്ട കേട്ടോ. അല്ല, രാഷ്ട്രീയ നിരീക്ഷകർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിനവർ ചില കാരണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു കേളികൊട്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇത് ഞാൻ നടത്തിയ സർവേയോ ഞാൻ പറയുന്നതോ അല്ല. പല രാഷ്ട്രീയ നിരീക്ഷകരും പ്രധാനപ്പെട്ട നല്ല രാഷ്ട്രീയ പ്രവർത്തകരും വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ LDFിൽ ഉള്ള ചില നേതാക്കൾക്ക് പോലും അങ്ങനൊരു ഭയമുണ്ട്. CPM-ന് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കിട്ടത്തില്ലെങ്കിലും അവർ അതെല്ലാം കഴിഞ്ഞിട്ടും പറയുന്നത് എന്താണെന്നറിയാം, ഞങ്ങൾക്ക് ഇത്ര ശതമാനം വോട്ടേ പോയുള്ളൂ. ഇവരുടെ ഒരു ശതമാന കണക്കുണ്ട്. പാർട്ടിയുടെ അടിത്തറ ഭദ്രമാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയത് ഇത്രയാണ്, ഇവിടെ ഇത്ര പെർസെൻറ്റേജ് മാത്രമേ പോയുള്ളൂ. തോറ്റതോ സീറ്റ് നഷ്ടപ്പെട്ടതോ ഒന്നും അവർക്ക് പറയത്തില്ല. പക്ഷേ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ചില കാര്യങ്ങൾ അവർക്ക് നന്നായിട്ട് മനസ്സിലായി, കൈ പൊള്ളിയിട്ടുണ്ട് എന്നുള്ളതും അവർക്കറിയാം. അതാണ് പാർട്ടി ഇടങ്ങളിൽ നിന്നൊക്കെ ഗോവിന്ദൻ്റെ നേരെ ചില വിമർശനം. അപ്പം ഗോവിന്ദൻ കാരണമൊന്നും അല്ല അവിടെ ആ വോട്ട് പോയത്. കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധമെന്നല്ല, പിണറായി വിരുദ്ധ തരംഗമുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഈ അമ്മായിപ്പനും മരുമകനും കൂടി മറ്റു മന്ത്രിമാരെ ആർക്കും അറിയത്തില്ല. അവരുടെ വകുപ്പുകളൊക്കെ അവർ നന്നായി കൈകാര്യം ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ അത് മുഴുവൻ ഈ ഏകഛത്രാധിപതിയുടെ തോന്നിവാസത്തിൽ മറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അവരുടെ ആധിപത്യമല്ലേ അമ്മായിപ്പൻ്റെയും മരുമകൻ്റെയും. അപ്പം തീർച്ചയായിട്ടും ഒരു പിണറായി വിരുദ്ധ തരംഗമാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും സംസാരിച്ച് നോക്ക്. അങ്ങ് ധർമ്മടത്ത് പോയി ആരോടെങ്കിലും സംസാരിച്ച് നോക്ക്, പിണറായിക്കെതിരെയാണ് സംസാരിക്കുന്നത്. CPM-നെ ഇല്ലാതാക്കിയത് പിണറായി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പാർട്ടിക്കുള്ളിലെ വിലയിരുത്തൽ തന്നെ എന്നോട് ഒരു CPM-നുള്ളിൽ നിന്ന് CPM പ്രവർത്തകനായ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ കിട്ടിയ വിവരമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് LDFന് കിട്ടിയത്. ധർമ്മടത്ത് പോലും സാറിപ്പോൾ പറഞ്ഞ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞു. ആ പിണറായി വിജയൻ്റെ സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം ബൂത്തിൽ പാർട്ടി പുറകിലാണ്. അപ്പോൾ അത് ഒരു താൽക്കാലിക പ്രതിഭാസം. പൊതുവെ ഇവർ പറയുന്നത് കേന്ദ്രത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസും BJPയും നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ BJP വരാതിരിക്കാൻ വേണ്ടി മതനിരപേക്ഷ വോട്ടുകളെല്ലാം കോൺഗ്രസിലേക്ക് പോയി. അതാണ് അവിടെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് വലിയ ന്യായീകരണങ്ങൾ നിരത്തി. പക്ഷേ ആ ട്രെൻഡ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അതിന് അല്പം പോലും മാറ്റം വന്നില്ല. ഇപ്പോൾ പാലക്കാട് സിറ്റിംഗ് സീറ്റാണ് പിടിച്ചു. ചേലക്കരയിൽ സിറ്റിംഗ് സീറ്റ് LDF CPM നിലനിർത്തിയെങ്കിലും വലിയ തിരിച്ചടി അവർക്ക് അവിടെ ലഭിച്ചു എന്നുള്ളത് സത്യമാണ്. ഇനി എന്തൊക്കെ എന്താ പറയുക മൂടുപടമിട്ട് മറച്ചാലും ചേലക്കരയിൽ 30,000 വോട്ടാണ് ഒറ്റയടിക്ക് കുറഞ്ഞിരിക്കുന്നത്. ആ വോട്ട് പകുതിയായിട്ട് BJPയിലേക്കും പോയി UDFിലേക്കും പോയി എന്നാണ് നമുക്ക് പൊതുവെ വിലയിരുത്താൻ കഴിയുക. കാരണം 20,000 വോട്ടുണ്ടായിരുന്ന BJP 34,000-ലെത്തി. UDFും നാമമാത്രമായിട്ടെങ്കിലും വോട്ട് വർദ്ധിപ്പിച്ചു. പക്ഷേ അവിടെ ജയിക്കാൻ സാധിച്ചില്ല. കാരണം ആ ചേലക്കര മണ്ഡലം ഒരു ഇടത് മണ്ഡലമാണ്. എന്നിട്ടും അവർക്ക് അവിടെ 10,000 വോട്ടിനെ വിജയിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നിലമ്പൂരിൽ വളരെ കൃത്യമായിട്ട് UDF വിജയിക്കുകയും 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടുകയും ചെയ്തത് മാത്രമല്ല CPM-ന് വിറളി പിടിപ്പിക്കുന്നത്. അൻവർ 20,000-ഓളം വോട്ട് പിടിച്ചു. കൂടാതെ ആര്യാടൻ മുഹമ്മദ് അവിടെ ജയിച്ചിരുന്ന കാലത്ത് പോലും CPM-ന് ഏതാണ്ട് 45% വോട്ട് കിട്ടിയിരുന്നു. ഇപ്പോൾ കിട്ടിയത് 37%. അതായത് കണക്കുകൾ വളരെ രസകരമാണ്. ആകെ വോട്ടുകളുടെ എണ്ണം കൂടി, പോളിങ്ങും ഏതാണ്ട് കഴിഞ്ഞ തവണത്തെ അത്രയും വന്നു. അതിൻ്റെ അർത്ഥം പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം കൂടി, പക്ഷെ ശതമാനം ഇത്രയേ വന്നുള്ളൂ. കാരണം വോട്ട് കൂടിയല്ലോ ആകെ. പിന്നെ അതിനനുസരിച്ച് CPM-ന് അവിടെ വോട്ട് കൂടേണ്ടതല്ലേ? അവർ തോറ്റെങ്കിലും
ഈ പറയുന്നത് പോലെ ശതമാനക്കണക്ക് വെച്ച് അടിത്തറ ഭദ്രമാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന CPM എന്തുകൊണ്ട് ഇത്തവണ നിലമ്പൂരിലെ ശതമാനക്കണക്ക് പറയുന്നില്ല? ഞങ്ങൾ തോറ്റു, വർഗീയ ശക്തികൾ ഒത്തുചേർന്നു, ആനയാണ് ചേനയാണ്, അൻവറിൻ്റെ പ്രതിഭാസം തിരിച്ചറിയാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് വന്ന് മെഴുകുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ മെഴുകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ എന്തുകൊണ്ട് CPM നിലമ്പൂരിലെ ശതമാനക്കണക്ക് പറയുന്നില്ല? ശതമാനക്കണക്ക് പറഞ്ഞാൽ അവർ വലിയ രീതിയിൽ തോൽവി സമ്മതിക്കേണ്ടി വരും, മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് ഏറ്റു പറയേണ്ടി വരും. അത് പൊതുജനം അത് നന്നായിട്ട് ചർച്ച ചെയ്യും. ഈ അൻവർ 20,000-ഓളം വോട്ട് പിടിച്ചില്ലേ? പിന്നെ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം 11,000 അപ്പൊ തന്നെ 31,000 വോട്ട്. ഇത് മുഴുവൻ BJP പിടിച്ച 8,000 ചില്ലാനം വോട്ടും CPM വിരുദ്ധ വോട്ടുകളാണ്. അപ്പോൾ അത് കൂട്ടണം. അപ്പൊ 31 ഏതാണ്ട് ഒരു 40,000 വോട്ട് പിന്നെ ഭരണവിരുദ്ധ വികാരം ഒരു മണ്ഡലത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഇത് നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കാര്യം കൂടി നമ്മൾ പറയാൻ വിട്ടുപോയി. കഴിഞ്ഞ 2 ടേമിലും LDF പിടിച്ച മണ്ഡലമാണ്. അതാണ് അവിടെ എന്ത് പറഞ്ഞാലും അൻവറിനെ ചിലപ്പോൾ നമ്മൾ മഹാ തോന്നിവാസിയാണ്, ദണ്ഡടിയാണെന്നൊക്കെ പറഞ്ഞാലും അൻവറിന് അവിടെ ചില ഹോൾഡ് ഉണ്ട്. തീർച്ചയായിട്ടും അൻവറിന് ഇതിൽ ഒരു വലിയ പങ്കുണ്ട്. ഞാൻ അറിഞ്ഞത് അൻവർ MLA ആയിരുന്ന സമയത്ത് അവിടെ ജനങ്ങൾക്ക്, അവിടെ സാധാരണപ്പെട്ട ആൾക്കാർ ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ ഒരുപാട് ജനകീയനായ കൈ അയച്ചുള്ള സഹായം ചെയ്തു. പിന്നെ പലർക്കും ജോലി അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ഇതിനൊക്കെ MLA ഫണ്ടൊക്കെ കൃത്യമായിട്ട് അവിടെ ചെലവഴിച്ചു. കാരണം അവിടെ ഒരു വലിയ തിരിച്ചടി പോയി ഉണ്ടായെന്ന് പറയാൻ അൻവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ശരിയാണ്. വന്യമൃഗ ശല്യം ഒരു വലിയ പ്രശ്നം തന്നെയാണ്, ഒരു വലിയ തലവേദന തന്നെയാണ്. അത് പരിഹരിക്കാൻ ഈ സംസ്ഥാന സർക്കാരിനെയോ വനം മന്ത്രിയോ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അൻവർ മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ളവരൊക്കെ അന്നേരം ഇസ്രായേലിലും ഇറാനും ഒക്കെ ആയിരുന്നു. പാവം പിടിച്ച ജനങ്ങൾക്ക് അതല്ല ആവശ്യം. അവർക്ക് അവിടെ സ്വസ്ഥമായി കിടന്ന് ഉറങ്ങണം, കൃഷി ചെയ്യണം. ഇനിയിപ്പോൾ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് 40,000 വോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ വടക്കൻ കേരളത്തിൽ CPM-ന് സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും? വൻ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത്. അത് സാർ, ഈ ചില പാർട്ടി ഗ്രാമങ്ങൾ ആയിട്ടുള്ള മണ്ഡലങ്ങളുണ്ടല്ലോ, ഇപ്പൊ മട്ടന്നൂര്, പയ്യന്നൂര്, കൂത്തുപറമ്പ്, മട്ടന്നൂരാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്. അതെ, പിന്നെ കാസർഗോഡ് ചില മണ്ഡലങ്ങൾ. ഇതൊഴിച്ചാൽ പൊതുവെ CPM-ന് ഇങ്ങോട്ട് തെക്കോട്ട് വരുമ്പോഴും വലിയ തിരിച്ചടിയായിരിക്കുമെന്നാണ് പൊതുവേ ഉള്ള വില. ഈ തെക്കോട്ടേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഈ ഭരണവിരുദ്ധ വികാരം അല്ലെ പിണറായി വിരുദ്ധ തരംഗം മുഴുവൻ UDF-ലേക്കും BJP-യിലേക്കും സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ BJP ഈ 11 സീറ്റ് പറയുന്നുണ്ട് 2026. അതെനിക്ക് തോന്നുന്നു ഈ തെക്കൻ കേരളത്തിലെ ആയിരിക്കും കൂടുതൽ. അത് തൃശ്ശൂരും തിരുവനന്തപുരവും ആണ് അവർക്ക് കിട്ടാൻ സാധ്യത. അതുപോലെ ആലപ്പുഴ ജില്ലയിലെ സീറ്റുകൾ കിട്ടാം. അതൊക്കെ വിരലിലെണ്ണാവുന്ന സീറ്റുകളൊക്കെ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് കൂടുതലായിട്ട് കിട്ടുകയും വടക്കൻ കേരളത്തിൽ സാധാരണ LDF അധികാരത്തിൽ വരുമ്പോഴേ തിരുവനന്തപുരവും കൊല്ലവും ഈ തെക്കൻ കേരളത്തിൽ എങ്ങോട്ട് തിരിയുന്നോ അവർക്കായിരിക്കും ഭരണം എന്ന് പറയാറുണ്ട്. അപ്പൊ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരവും കൊല്ലവും ഒക്കെ LDF-ന് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ഈ നിയമസഭയിൽ നിൽക്കുന്നത്. അത് അവിടെ പക്ഷേ ശക്തമായ തിരിച്ചടി ഇവർക്കുണ്ടാകും. 24 ലോക്സഭാ കണക്കെടുക്കുമ്പോൾ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ പിന്നെ 4 പിന്നെ BJP, ബാക്കി ഈ UDF ആണ് നിൽക്കുന്നത്. LDF-ന് തകർന്നു തരിപ്പണമാകുമെന്നുള്ളത്. കൊല്ലത്തും സമാനമാണ്. കൊല്ലത്തും സമാനമായ പ്രേമേന്ദ്രനാണ് ഒട്ടുമുക്കാൽ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്തിരിക്കുന്നത്. അതെ. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു പിന്നെ ഉണ്ടാകാൻ പോകുന്ന ഫലം എന്ന് പറയുന്നത് CPM-ന്റെ വൻ തകർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന്. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം അതിന് കൃത്യമായിട്ടും ഒരു നമുക്ക് ആ കാര്യത്തിൽ ഒരു ഉറപ്പിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ ഫലം വരട്ടെ. ആ ഫലം കൃത്യമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് വിളിച്ചു പറയുന്നതായിരിക്കും. പല ഘടകകക്ഷികളും അത് കഴിയാൻ വേണ്ടി നോക്കിയിരിക്കുക. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.